ചോദിച്ചതേ ഉള്ളൂ. ആൾ എന്റെ അനുവാദം കൂടാതെ എന്റെ വീഡിയോ പരസ്യമാക്കി ഇത്രയും പ്രചരിപ്പിച്ച് എന്നെ കൊണ്ട് മാക്സിമം സൈബർ ബുള്ളിങ് എന്നെ ഇതാക്കി. എനിക്കിപ്പം നാട്ടുകാരുടെ മുന്നിൽ എങ്ങും ഇറങ്ങി പോകാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണേലും എൻ്റെ ഫ്രണ്ട്സ് ആണേലും എല്ലാവരും സത്യാവസ്ഥ എന്നെ അറിയാവുന്നവർ എന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഇപ്പം ആളിട്ട വീഡിയോയ്ക്ക് അനുസരിച്ചാണ് വന്നേക്കുന്ന കമന്റ്സും കാര്യങ്ങളും എല്ലാം. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എല്ലാവരും കമന്റ് ഇടുന്നു, ഓരോന്ന് റീപോസ്റ്റ് ചെയ്യുന്നു, എന്നെ ട്രോളിക്കൊണ്ട് ഓരോ വീഡിയോസും പോസ്റ്റ് ഇടുന്നു. ആൾ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കിപ്പോ ഈ കമന്റ് ഇട്ടുകൊണ്ട് എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല. എന്റെ എല്ലാ ദിവസവും കാര്യങ്ങൾ നടക്കുന്ന പോലെ തന്നെ നടക്കും. എനിക്ക് ജോലിക്ക് പോകാൻ എനിക്കൊരു കുഴപ്പമില്ല. എന്റെ അറിയാവുന്ന നാട്ടുകാർ എന്നെ അറിയാം, ഞാൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് ഉള്ളതെല്ലാം എന്റെ നാട്ടുകാർക്ക് അറിയാം. ഇവിടെ അങ്ങനത്തെ ഒരു ഏരിയ ആയതുകൊണ്ടിട്ട് നാട്ടുകാർക്ക് എല്ലാം അറിയാം ഇവിടെ നടന്നത് അങ്ങനത്തെ ഒരു കാര്യമാണ്. അത് കണ്ടിട്ട് തന്നെ റിയാക്ട് ചെയ്തെന്നുള്ളത്. ഇപ്പൊ ഈ 2 ഇന്റർവ്യൂസ് നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ഇന്റർവ്യൂ പറയുന്നുണ്ട് തനിക്കുണ്ടെങ്കിൽ ഇത് കാരണം ഒരു കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ ഇൻ്റർവ്യൂ പറയുന്ന ഒരു കാര്യം തനിക്ക് ഇത് കാരണം വെളിയിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ സദാചാരം ഭയങ്കരമായിട്ട് കൂടി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ആണോ പെണ്ണോ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ എന്തോ കാര്യം പോലും ചോദിക്കാതെ അടിക്കുക, അല്ലെങ്കിൽ അവരെ ഉണ്ടെങ്കിൽ ഇതാണെങ്കിൽ അവർ ഇത് ചെയ്തുകൊണ്ടിരുന്നേ അത് ചെയ്തുകൊണ്ടിരുന്നേ എന്നുള്ള കാര്യങ്ങളാണ്. ഇപ്പം നമ്മളെ വീടിന് മുമ്പിലായിരുന്നാലും ഇതേപോലെ ഒരു കാറ് വന്ന് കിടന്ന് ആദ്യമേ ഉണ്ടെങ്കിൽ അവർ ഇത് ചെയ്യുമോ അത് ചെയ്യുമോ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നതിന് പകരം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു മാനേഴ്സ് എന്ന് പറയേണ്ടത് അവിടുത്തെ ചെയ്യുന്ന ഒരു കാര്യം ചോദിക്കുക, എന്തുകൊണ്ട് സംഭവം ആരാണെന്നുള്ള കാര്യം ചോദിക്കുന്നതാണ് സാധാ രീതിയിലുള്ള ഒരു മര്യാദ. അതുപോലും ചോദിക്കാതെ തൻ്റെ ഒരു ഊഹപ്രകാരം ഇതിനകത്ത് ഇതാണ് നടന്നതെന്നുള്ള രീതിയിൽ എന്തും പറയാമെന്ന് വിചാരിച്ചാണ് ഈ പെൺകുട്ടി ഉണ്ടെങ്കിൽ അവരോട് ഇങ്ങനെ കാണിച്ചത്. പക്ഷെ അവസാനം ഉണ്ടെങ്കിൽ അത് ഈ പെൺകുട്ടിക്ക് തന്നെ പണി കിട്ടിയെന്നുള്ള രീതിയാണ്. ഇതേപോലുള്ള ഒരുപാട് പേരുണ്ട്, അവർക്ക് ഇതേപോലത്തുള്ള കാര്യങ്ങൾ തന്നെ കിട്ടണം.